ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. സന്നിധാനം പിയോ എന്ന നടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് റിവീൽ ചെയ്യാൻ പോവാണ്. അത് ചേരൻ എന്നിട്ടുള്ള ഡയറക്ടറും ആക്ടറായിട്ടുള്ള ആളും അതേമാതിരി ആക്ട്രസ് ആയിട്ടുള്ള മഞ്ജു വാര്യരും കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ തലവേര എന്ന് പറഞ്ഞ പടത്തിലത്തെ ഇലക്കൊഴി എന്നിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടം ഈ ഓണത്തിന് റിലീസാകുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. സംഭവം ഓഗസ്റ്റ് 28 റിലീസാകുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പിന്നെ വേറൊരു പുതിയ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. അത് പുറത്തൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടീച്ചർ വന്നിരുന്നു. അത് 2 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്, 1 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. പിന്നെ വൺ പീസ് എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങിയിരുന്നു. അതിൻ്റെ സീസൺ 2 വരാൻ പോവാണ്. അത് നെറ്റ്ഫ്ലിക്സിലൂടെ 2026 വരെയെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞ പടത്തിലത്തെ യമൻ യാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ രാവി ഡേ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടെ ഒക്ടോബർ 2 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള അറിയിച്ചുകൊണ്ട് മൈത്രി മൂവി മേക്കേഴ്സ് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹംനവ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി തന്നെ സുബ്കംനയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റ് വരാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. എന്താണെന്നുള്ള അറിയത്തില്ല, എന്തായാലും വരും. പിന്നെ രാംചാൻ്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂഫ്രംസോ എന്ന് പറഞ്ഞ നല്ല കളക്ഷനാണ് കേരളത്തിൽ നിന്ന് കിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം കൊണ്ട് 1 കോടിയുടെ മുകളിൽ കളക്ഷനായി വന്നിട്ടുണ്ട് പടത്തിന്. എന്തായാലും മൊത്തത്തിൽ 5.75 കോടിയാണ് ഇതുവരെ നേടിയിട്ടുള്ള പടം. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് റിലീസിനെത്തിയ ടൈമിൽ 75 സ്ക്രീൻ ഇറങ്ങിയ 175 സ്ക്രീൻ ആക്കിയിരുന്നു. ഇപ്പോൾ അത് 225 കൂടുതൽ സ്ക്രീൻ ആക്കിയിട്ടുണ്ട് കേരളത്തിൽ. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ മാസ്റ്റർ എന്ന് പറഞ്ഞ ടീച്ചർ ഇന്ന് രാവിലെ 11 അറിയിച്ചുകൊണ്ട് ഇന്നലെ പുതിയ പോസ്റ്റർ വന്നിരുന്നു. ടീച്ചർ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ടീച്ചർ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലത്തെ കളക്ഷൻ 3 കോടിയുടെ മുകളിലേക്കാണ് ആയിട്ടുള്ളത്. അഡ്വാൻസ് സെയിൽ അത്യാവശ്യം മോശമാണ് അവിടെ. എന്തായാലും ടിക്കറ്റ് സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ള കണ്ടന്റ് അറിയണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് ഹൈദരാബാദിൽ നടക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഹൃതിക് റോഷനും NTR ഒക്കെ കൂടി നിന്നിട്ടുള്ള ഫോട്ടോസ്. പിന്നെ കൂലി എന്ന് പറഞ്ഞ കേരളത്തിലത്തെ പ്രീ സെയിൽസ് 5.25 കോടിയുടെ മുകളിലേക്കായിട്ടുണ്ട് ഫസ്റ്റിലത്തെ. എന്തായാലും വേറെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നുള്ള അറിയിച്ചുകൊണ്ട് ലോകേഷ് രാജും അനിരുദ്ധ എപ്പോഴും ചെയ്യുന്ന പോലെ കൈ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. ഈ പടത്തിൽ രജനീകാന്ത് 50 വർഷം സിനിമയിലെ കരിയറിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊരു സംഭവം ആക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു അനിമേഷൻ രീതിയിലുള്ള സംഭവം എന്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടീമൊക്കെ കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. എന്തായാലും അതിൻ്റെ പിന്നിൽ കാണിച്ചിട്ടുള്ള ഈ ഫോട്ടോ ആണ്. പിന്നെ പടത്തിൻ്റെ 4 days ഒക്കെ പോസ്റ്റർ ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും പടം ഇത്ര ദിവസം കൊണ്ട് എന്നുവെച്ചാൽ ഇനിയും 3 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്ര ദിവസം ബാക്കി നിൽക്കുക 60 കോടിയുടെ മുകളിലേക്ക് പ്രീ സെയിൽസ് ആയിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും വലിയ കളക്ഷൻ തന്നെയാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ കൂലി അൺലീഷ്ഡ് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറയാം. ആ വീഡിയോ നല്ല പുറത്തിറക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഫോട്ടോസും അല്ലെങ്കിൽ സ്റ്റിൽസൊക്കെ അങ്ങനെ കുറേ പങ്കുവച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ സ്ക്രീനിൽ എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.